ഈ സ്കൂളിൽ വയലൻസും ഡ്രഗ് കൾച്ചറും എപ്പോ എങ്ങനെ തുടങ്ങിയെന്ന് തന്നെ അറിയില്ല. വഴക്കുണ്ടാക്കുന്നത്, സിഗരറ്റ് വലിക്കുന്നത്, ഫെയിൽ ആകുന്നത്, ഇതൊക്കെയാണ് മാസം എന്നൊരു തോട്ട്. ഇവനെ വെച്ച് നന്നായിട്ട് മുതലെടുക്കാൻ പോവാ. 2 ബാച്ച് ഓഫ് സ്റ്റുഡൻസിനെ മാത്രം എങ്ങനെയെങ്കിലും ഡിസിപ്ലിൻ ചെയ്താൽ ദ കൾച്ചർ ഇൻ ദ സ്കൂൾ വിൽ ചേഞ്ച്. അവന്റെ മോനെ പൊക്കി പിടിക്കുക. സോ നമ്മളിപ്പോ എന്താ ചെയ്യാ പാർവതി മാം? ഒരു ബാസ്കറ്റ്ബോൾ ടീം ഫോം ചെയ്ത് ടൂർണമെന്റ്സിന് അയക്കാം. വി ഹാവ് എ നാഷണൽ ലെവൽ പ്ലെയർ ഓൺ അവർ സൈഡ്. ബാസ്കറ്റ്ബോൾ ടീം തുടങ്ങുന്നുണ്ട്. ജോയിൻ ചെയ്യുന്നു. കളിക്കാൻ വരുന്നോ? എന്റെ പൊന്നു നമ്മളില്ലേ. നിക്ക്. ആ പിടിക്കും. ഇവനെത്ര ഇങ്ങനെ ഷോ കാണിക്കുന്നത്? ഇതെന്താ പോത്തിന്റെ കഴുത്തിലെ കയറ് പോലെ? നമ്മുടെ സ്കൂളിലുള്ള സ്ഥിതിക്ക് എക്സ്ട്രാ ഗാർഡ് സെക്യൂരിറ്റി ഗാർഡിനെയാണ് അപ്പോയിന്റ് ചെയ്യേണ്ടത്. പിള്ളേരെ സ്കൂളിൽ പഠിക്കുമ്പോ അടിയും പിടിയും വെട്ടുകുത്തൊക്കെ മാസമായിട്ട് തോന്നും. പക്ഷെ ഈ ഗേറ്റിന് വെളിയിലുള്ള ലോകം വേറെയാ മക്കളെ. എന്താളിയാ അവളെ ഫ്രണ്ട് നിന്നെ സെക്സ് ആയിട്ട് നോക്കുന്ന? എടാ നീ ഒരുപാട് കള്ളം പറയൂടാ. ഐ ലവ് യു. വിൽ യു മാരി മീ? എനിക്ക് ഓക്കെയാണ്, പക്ഷെ എന്റെ ബോയ് ഫ്രണ്ട് എന്താ പറയുന്ന അറിയില്ലല്ലോ. പോകുന്നിടത്തൊക്കെ നീ എന്നെ മാനം കെടുത്തുന്നല്ലോടാ. ദൂരെ നിന്ന് നോക്കുമ്പോ ഇവര് കുറച്ച് റഫാണെന്ന് തോന്നും. അടുത്തിടപഴകി കഴിഞ്ഞാല് ഇവരെക്കാളും സ്വീറ്റ് ആയിട്ട് വേറെ ആരും ഉണ്ടാവില്ല. അവിടെ ഒരു പെണ്ണ് നമ്മുടെ അടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലെന്താ എത്രമാത്രം ചിരിക്കാൻ? നടു റോഡില് റൗഡിയെ പോലെ എന്റെ മകനെ അടിച്ചതാ. എന്തെങ്കിലും പറ. എനിക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമല്ല. ബാസ്കറ്റ്ബോൾ മാത്രം വിട്ടുകളയല്ലേ, അതെന്തെങ്കിലും ഒരിക്കൽ നിനക്ക് ഉപകാരപ്പെടുക തന്നെ ചെയ്യും. ഒരു മാച്ച് ജയിച്ചാൽ മതി. വിടടാ അവനെ ഇടാൻ പോകുന്നില്ല. സ്കൂളിനെ പറ്റിയുള്ള കാഴ്ചപ്പാട് മാറും.